നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 3 മണിയായിട്ടുണ്ട് രാവിലെ. ഞാനും അഖിലും കൂടെ ഒരു ചെറിയൊരു യാത്ര പോവുകയാണ്. ഒരു കുറച്ച് ദൂരം ഫോറസ്റ്റിലോട്ടുള്ള ഒരു യാത്രയാണ്, ബൈക്കിലാണ് യാത്ര. അപ്പോൾ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെന്നുള്ളത് നമ്മൾ വഴിയെ പറയാം. ഏകദേശം ഒരു 20-25 കിലോമീറ്ററോളം നമുക്ക് ഫോറസ്റ്റിൽ കൂടെയാണ് യാത്ര ചെയ്യാനുള്ളത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാവിലെ 3:30 മണിയായപ്പോഴത്തേക്കും അഖിൽ വീട്ടിലോട്ടെത്തി. നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ചെങ്കോട്ടയിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ അടുപ്പിച്ച് നമുക്ക് ഇനി പോകാനുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് അച്ചൻകോവിലോട്ടാണ്. ഇപ്പോൾ നമ്മൾ തമിഴ്നാട് കയറിയിട്ടാണ്. ഈ ഒരു അമ്പലം ഇരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് ഈ ഒരു അമ്പലം ഇരിക്കുന്നത്. എങ്കിൽ കൂടി ഇത് തമിഴ്നാട്ടിൽ കൂടെ കയറി വേണം നമുക്ക് ഈ അമ്പലത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഈ അമ്പലത്തിലോട്ട് പോകുന്ന കുറച്ച് വഴി നല്ല കാടാണ്. നമ്മൾ വന്ന വഴിക്ക് അങ്ങനെ ചെറിയ ചെക്ക് പോസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതും വലുതായിട്ട് നമുക്ക് അവിടെ പിടിച്ചു നിർത്തി അങ്ങനെയുള്ള ചെക്ക് പോസ്റ്റൊന്നും അല്ല. പക്ഷേ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കണ്ടെന്ന് പറഞ്ഞാൽ 8:30 മണിക്ക് അവിടെ തുറക്കത്തുള്ളൂ എന്നുള്ളൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ വന്യജീവികളും ഇഷ്ടംപോലെ ഉണ്ട് ആ പോകുന്ന വഴിക്ക്. അവിടെ ഒരു 10-25 കിലോമീറ്ററോളം അത്യാവശ്യം വലിയൊരു ഫോറസ്റ്റാണ് നമ്മൾ പോകുന്നത്. എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് രാവിലെ അങ്ങോട്ട് എത്തുന്ന സമയത്ത് അറിയാൻ പറ്റും. ഇപ്പോൾ സമയം 5:30 മണിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. രാവിലെ 3 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഒരു 2.5 മണിക്കൂർ കൊണ്ട് ട്രാവൽ ചെയ്തിപ്പോൾ ചെങ്കോട്ട എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നേരെ ഓൺ ദ വേ ടു അച്ചൻകോവിൽ. അപ്പോൾ ബാക്കി കാഴ്ചകൾ വീഡിയോയിലൂടെ കാണാം. ഇപ്പോൾ നിൽക്കുന്നത് തെങ്കാശി റൂട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മുന്നേ നിന്നും ഒരു ലെഫ്റ്റിലോട്ട് എടുത്ത് നമ്മൾ അച്ചൻകോവിലോട്ട് പോകുന്ന റോഡിലോട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സുബ്രഹ്മണ്യപുരം എന്ന് പറഞ്ഞിട്ടൊരു ജംഗ്ഷനായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് അച്ചൻകോവിൽ റൂട്ട് പോകുന്നതിന് ഏകദേശം 26 കിലോമീറ്ററാണ് കാണിക്കുന്നത് കിലോമീറ്റർ. അപ്പോൾ ഇവിടുത്തെ പെട്രോൾ റേറ്റ് ഞാൻ ഒന്ന് കാണിക്കാം. റേറ്റ് വരുന്നത് സാധാ പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ 103-35 പൈസയും പവർ പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ 109 രൂപയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോർമൽ പെട്രോൾ തന്നെ 109 രൂപയാണ്. അപ്പോൾ 6 രൂപ വ്യത്യാസമാണ് തമിഴ്നാടും കേരളമായിട്ടുള്ള പെട്രോളിൻ്റെ ചാർജ്. അപ്പോൾ നമുക്കിനി നമ്മളീ പോകുന്ന റൂട്ടെന്ന് പറയുന്നത് മധുരയ്ക്ക് പോകുന്ന ഈ ഒരു വഴി തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 26 കിലോമീറ്റർ കുറച്ച് മുന്നോട്ട് വന്നിട്ട് ലെഫ്റ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് മാപ്പിൽ കാണിക്കുന്നത്. ഇന്നത്തെ ഡേറ്റ് ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആണ്. കൂടാതെ തൈപ്പൂയ കാവടി മഹോത്സവം ഇന്നാണ് നടക്കുന്നത്. അതിനോടനുബന്ധിച്ചിട്ടുള്ള ഘോഷയാത്രകൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് തിരുമല കോവിലിൻ്റെ തൊട്ടടുത്താണ്. അവിടെ നേരെ കാണുന്ന ആ ഒരു മലയിൽ കാണുന്നത് ആ മല കാണുന്ന തിരുമല കോവിലിരിക്കുന്ന അമ്പലം ഇരിക്കുന്ന മലയാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിലോട്ട് എത്താൻ പറ്റും. നമ്മളിപ്പോൾ അച്ചൻകോവിൽ നേരെ ഇവിടുന്ന് ഒരു 21 കിലോമീറ്ററാണ് അച്ചൻകോവിൽ കാണിക്കുന്നത്. നമ്മൾ അച്ചൻകോവിൽ പോയിട്ട് തിരികെ വരുന്ന സമയത്ത് തിരുമല കോവിൽ കയറാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ വന്ന വഴിക്ക് മുരുകൻ്റെ രഥം പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാന്റെ രഥം പോകുന്ന അതെന്ന് പറഞ്ഞാൽ അവിടുന്ന് നമ്മൾ ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ശിവൻകോവിലുണ്ട്. ആ ശിവൻകോവിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇനി ഒരു 10:30 മണിയൊക്കെ ആകുമ്പോൾ ഈ തൈപ്പൂയ കാവടിയോടനുബന്ധിച്ച് ഇവിടുന്ന് തിരുമല കോവിലോട്ട് ആ ഒരു രഥം പോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മളിപ്പം ആ ഒരു തിരുമലക്കോവിൻ്റെ അവിടെ നിന്ന് ആ റോഡ് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം നല്ലൊരു വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാണ്.
എങ്ങനെയുണ്ട് ട്രാക്കിൽ ഈ ഒരു വ്യൂ? അടിപൊളി, നല്ല തണുപ്പുണ്ട്. തണുപ്പ് എങ്ങനെയാണ്? നല്ല തണുപ്പുണ്ട്. അവിടെ നിന്നുള്ള മഞ്ഞുണ്ടായിരുന്ന തണുപ്പിനെക്കാളും ഇങ്ങോട്ട് വരുമ്പോഴത്തേനും കുറച്ചുകൂടെ തണുപ്പാണ്. ഇതുകൊണ്ട് മഞ്ഞില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. നമ്മൾ ആ ചെങ്കോട്ട സൈഡിലൊക്കെ വന്ന സമയത്ത് അത്യാവശ്യം നല്ല ചൂടായിരുന്നു. അതുമല്ല നമുക്ക് ആ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ കൂടുതലും ലോറിക്കാരൊക്കെ വന്നിട്ട് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തമിഴ്നാട്ടിലോട്ട് കയറി കുറച്ച് ദൂരം മാറിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ക്ലൈമറ്റും മാറിയിട്ടുണ്ട്. കാണുന്നില്ല ആ ഒരു മലയിലൊക്കെ അത്യാവശ്യം നല്ല കോട കാണാൻ പറ്റും. ഈ ഒരു ഫോണിൽ കൂടെ ക്യാമറയിൽ കൂടെ എത്ര കിട്ടുന്നുണ്ടെന്നുള്ള അറിയത്തില്ല. അത്യാവശ്യം നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നിൽക്കുന്നത് കോട്ടവാസം എന്ന് പറഞ്ഞിട്ട് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. ഇത് നമ്മുടെ അച്ചൻകോവിൽ റേഞ്ചാണ്. അതായത് നമ്മുടെ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 14 കിലോമീറ്ററാണ് നമുക്ക് അമ്പലത്തിലേക്കുള്ള ദൂരം. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കുംഭഊരുട്ടി വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതുവഴി തന്നെ നമുക്ക് ശബരിമല അതുവഴി നമുക്ക് പാസ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഇനി അങ്ങോട്ടുള്ള റോഡുകളെല്ലാം കുറച്ച് ഇടുങ്ങിയ റോഡുകളാണ്. അപ്പോൾ ആ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ആനകളൊക്കെ കാണാനുള്ള ചിലപ്പോൾ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും കെയർഫുള്ളായിട്ട് പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് 14 കിലോമീറ്ററാണ് നമുക്ക് അച്ചൻകോവിലോട്ട് ഉള്ള യാത്ര. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നമ്മളിപ്പോൾ ആ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നു. അപ്പോൾ ഇവിടെ എലിഫൻറ്റ് ക്രോസിങ്ങിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. കെയർഫുള്ളായിട്ട് പോകണം, കോഷൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പണ്ട് നമ്മൾ അച്ചൻകോവിൽ വന്ന സമയത്ത് കാറിലായിരുന്നു വന്നത്. ആ സമയത്ത് വന്നപ്പോൾ നമുക്ക് അത്രയും റിസ്ക് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ബൈക്കിൽ പോകുന്നത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണെന്ന് ഇപ്പോൾ തോന്നുന്നു. ആ ഒരു ഫോറസ്റ്റിലെ ആ ഒരു സാറ് പറയുന്നു, ഏതായാലും ചിലപ്പോൾ ആനയെ കാണാനുള്ള ചിലപ്പോൾ ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് അത്രയും കെയർഫുള്ളായിട്ട് തന്നെ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അങ്ങോട്ടുള്ള യാത്ര എങ്ങനെയാണെന്നുള്ളത്. നമ്മളിപ്പോൾ മുകളിൽ കണ്ട ആ ഒരു ചെക്ക് പോസ്റ്റിന് നേരെ താഴെ ഇറങ്ങി വന്നപ്പോൾ അച്ചൻകോവിലിൻ്റെ ഒരു PWD റെസ്റ്റ് ഹൗസ് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് അത്യാവശ്യം ഫോട്ടോ എടുക്കാനും പറ്റിയ ഒരു സ്ഥലം കൂടിയായിരുന്നു. അങ്ങനെ നിർത്തി ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തതാണ്. അത്യാവശ്യം നല്ലൊരു വളവാണ് കേട്ടോ. ഈ ഒരു വളവിലായിട്ടാണ് ഈ ഒരു PWD റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ റൂംസൊക്കെ അവൈലബിൾ എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇവിടെ ഒന്നും കാണാനില്ല. ഇനി അകത്തോട്ടെന്തെങ്കിലും റൂംസ് ഉണ്ടോ എന്ന് അറിയത്തില്ല. തൊട്ടടുത്ത് തന്നെ ഒരു മണലാർ വാട്ടർഫോൾസ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. എന്തായാലും നമ്മൾ അങ്ങോട്ട് എന്തായാലും പോകുന്നില്ല. നമ്മൾ ഇനി പോകുന്ന സമയത്ത് ലേറ്റായി പോകും. ഇതാണ് ഞാൻ പറഞ്ഞ റെസ്റ്റ് ഹൗസിൻ്റെ ബോർഡ്. റൂംസ് അവൈലബിൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് PWD റെസ്റ്റ് ഹൗസ്. അച്ചൻകോവിൽ ഫോറസ്റ്റ് റേഞ്ചിൽ വെച്ചിട്ടാണ് സൂര്യയുടെ സിംഗം ഉണ്ടല്ലോ, സിംഗം 2ഓ 3ഓ അത് ഏതോ ഒരു പാർട്ട് ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ക്ലൈമാക്സ് സീനൊക്കെ അച്ചൻകോവിൽ സൈഡാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. മണലാർ വാട്ടർഫോൾസ് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് കയറി പോകുന്ന വഴിയിലായിരിക്കണം. എന്തായാലും നമ്മൾ ഇപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ പോയി കഴിഞ്ഞാൽ മൊത്തം നമ്മൾ വിചാരിച്ച ടൈമിംഗ് എല്ലാം തെറ്റിപ്പോവും. അപ്പോൾ മണലാർ വാട്ടർഫോൾസ് ഇതിൻ്റെ തൊട്ടടുത്തു നിന്നാണ് ബോർഡ് വെച്ചേക്കുന്നത്. നമുക്ക് നേരെ ഇനിയിപ്പോൾ അച്ചൻകോവിലോട്ട് പോകാം. ഇനി ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 8 കിലോമീറ്ററാണ് ദൂരം കാണിക്കുന്നത്. വരുന്ന വഴിക്ക് ഒരു മയിലിനെ കണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്ത് അങ്ങോട്ട് പോയ സമയത്ത് അതങ്ങ് കയറിപ്പോയി. അപ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്ന സമയത്ത് ഒരു കാട്ടുകോഴിയെ കണ്ടു. അതിനെ നമ്മൾ തൊട്ടടുത്തോട്ട് പോയ സമയത്ത്
പെട്ടെന്ന് കയറിപ്പോയി. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ആറാണ്, അച്ചൻകോവിൽ ആറാണ്. അപ്പം ഇപ്പോൾ അത്യാവശ്യം വെള്ളം കുറവാണ്. അപ്പോൾ വല്ലാത്തൊരു വ്യൂ ആണ് കേട്ടോ ഈ ഒരു സ്ഥലം. വരുന്ന വഴിക്കെല്ലാം തേക്കിൻ തോട്ടങ്ങൾ തേക്ക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റീസെൻ്റായിട്ട് വെച്ച് പിടിപ്പിച്ച തേക്കിൻ തൈകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. കൊല്ലം ജില്ലയിലെ അച്ചൻകോവിൽ നദിയുടെ തീരത്താണ് അച്ചൻകോവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ശാസ്താവിന് സമർപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 5 ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, ശബരിമല, കാന്തമല എന്നിവയാണ് ബാക്കിയുള്ള ക്ഷേത്രങ്ങൾ. ഈ ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹം പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. ഈ ഒരു അച്ചൻകോവിൽ ക്ഷേത്രം ഏറ്റവും കൂടുതലായിട്ട് അറിയപ്പെടുന്ന വേറൊരു സംഭവം എന്ന് പറയുന്നത് പാമ്പ് കടി ഏറ്റു വരുന്നവർക്ക് ചികിത്സ നൽകുന്ന ഏക ക്ഷേത്രം കൂടിയാണ് ഈ ഒരു അച്ചൻകോവിൽ ക്ഷേത്രം. പാമ്പ് കടി ഏറ്റ എപ്പോൾ വേണമെങ്കിലും ക്ഷേത്രത്തിലെ മണിയടിച്ച് സഹായം അഭ്യർത്ഥിക്കാം. ക്ഷേത്രത്തിലെ പൂജാരിമാർ അവരെ സഹായിക്കും. പാമ്പ് കടി ഏറ്റ ആൾക്ക് പ്രസാദമായും മരുന്നും ചന്ദനത്തിരിയും നൽകുന്നു. വിഷത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് 3-5 ദിവസം ഇവിടെ തങ്ങുകയും വേണം. ഈ ഒരു അമ്പലത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത്താഴ പൂജയ്ക്ക് ശേഷം ആവശ്യമെങ്കിൽ രാത്രി തുറക്കുന്ന ഒരു അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അച്ചൻകോവിൽ ക്ഷേത്രം. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് മണ്ഡല പൂജ. എല്ലാ വർഷവും മലയാള മാസമായ ധനുവിൻ്റെ, അതായത് ഡിസംബർ ജനുവരി മാസങ്ങളിൽ 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയാണ് ഈ ഒരു പൂജ നടക്കുന്നത്. പിന്നെ അടുത്ത മാസം, അതായത് മലയാള മാസമായ മകരത്തിൽ, അതായത് ജനുവരി ഫെബ്രുവരി മാസത്തിൽ ആതിഥേയത്വം വഹിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഉത്സവമാണ് രേവതി പൂജ. ഈ സമയത്താണ് തേരോട്ടം, രഥോത്സവം നടത്തപ്പെടുന്നത്. രഥോത്സവം നടത്തപ്പെടുന്ന കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു അച്ചൻകോവിൽ ക്ഷേത്രം. തടിയിലാണ് ഈ ഒരു രഥം ഫുള്ളായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം PWD റെസ്റ്റ് ഹൗസ് ആണ്. ഈ ഒരു ബോർഡാണ് നമ്മൾ അച്ചൻകോവിൽ നമ്മുടെ ഇതുണ്ടല്ലോ, ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് താഴോട്ട് വന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും PWD റെസ്റ്റ് ഹൗസ്. അത് ഇവിടുത്തെ റെസ്റ്റ് ഹൗസിൻ്റെ ബോർഡ് അവിടെ വച്ചേക്കുന്നതാണ്. ആക്ച്വലി ഇവിടെയും 2 ബിൽഡിങ്ങുകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ബിൽഡിങ്ങും റെസ്റ്റ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് അറിയത്തില്ല. PWD റെസ്റ്റ് ഹൗസിനോട് ചേർന്ന് തന്നെ ഹോട്ടൽ അച്ചു എന്ന് പറഞ്ഞിട്ടൊരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. ഇതിനോട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഹോംലി ഫുഡായിരുന്നു. നമ്മൾ അപ്പവും കിഴങ്ങേറിയാണ് കഴിച്ചത്. അധികം റേറ്റൊന്നും ആയില്ല, 120 രൂപയാണ് ആയത്. പിന്നെ അമ്പലത്തിലെ ദർശനമെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിനുള്ള ബസ് നമുക്ക് കൂടുതലും പുനലൂർ വന്നു കഴിഞ്ഞാൽ അച്ചൻകോവിൽ ബസ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും. നെടുമങ്ങാട് നിന്ന് ഉണ്ടോ എന്നുള്ളത് കറക്റ്റ് അറിയത്തില്ല. നമ്മളിവിടെ വന്ന 2 ബസ് നമ്മൾ ചോദിച്ച സമയത്ത് ഇവിടുന്ന് പുനലൂർ നിന്നിട്ടാണ് ആ ഒരു പുനലൂർ ബസ് ഡിപ്പോയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്ന ബസ്സുകൾ കൂടുതലും ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ അച്ചൻകോവിൽ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മൾ ഇവിടുന്ന് നമ്മൾ മലയക്കോവിലോട്ട് പോകുന്നുണ്ട്, തിരുമലൈക്കോവിൽ. അപ്പോൾ അവിടുത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.